നമസ്കാരം, മീഡിയ മൈൻഡ് വാർത്തകളിലേക്ക് സ്വാഗതം. തൊഴിൽ സമരമില്ലാത്ത കേരളത്തിന് തുടക്കമാകുകയാണെന്ന് BPCL ചീഫ് മാനേജർ ജോർജ് തോമസ്. ഇതിന്റെ ഭാഗമായി IRC എന്ന ചുരുക്കപ്പേരിൽ 3 ലെവലിലുള്ള കമ്മിറ്റികളാണ് പെട്രോകെമിക്കൽ പാർക്കിൽ സർക്കാർ ഉത്തരവിലൂടെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയൊരു കാര്യം കേരള ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഒരു IRC എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഫോം ചെയ്തു. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻ കമ്മിറ്റി. അവിടെ നമുക്ക് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് അടുത്തൊരു ബെനിഫിറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കി ഇൻഡസ്ട്രിയൽ റിലേഷൻ കമ്മിറ്റി ഫോം ചെയ്തു. അതുകൊണ്ട് ഒരാൾക്ക് ഒരു യൂണിയനൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അവിടെ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ 3 ലെവൽ ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ഒരു ആക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആദ്യം ലോക്കൽ ലെവലിൽ ഡിസ്കസ് ചെയ്യണം, നമ്മുടെ ആൾക്കാരോട് ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ലെവലിൽ ലേബർ ഓഫീസർ എല്ലാം കൂടെ ചേർന്ന് ഡിസ്കഷൻ കഴിഞ്ഞ് അതും പറ്റിയില്ലെങ്കിൽ ഇൻഡസ്ട്രി മിനിസ്റ്റർ, ലേബർ മിനിസ്റ്റർ ലെവലിൽ സ്റ്റേറ്റ് തലത്തിലുള്ള ലീഡേഴ്സുമായിട്ട് ഡിസ്കഷൻ കഴിഞ്ഞും അന്നേരവും സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അവർക്കൊരു സമരത്തിലേക്കോ എന്തെങ്കിലും പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു IRC ആദ്യമായിട്ടാണ് ഒരു IRC അവിടെ ഫോം ചെയ്തു. ആ എൻ്റയർ പെട്രോകെമിക്കൽ ലാൻഡിൽ ഫോം ചെയ്ത കാരണം വളരെ സുതാര്യമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എല്ലാം അവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാണ്. പ്രോഡക്റ്റ് 26-27 ആകുമ്പോൾ പ്രോഡക്റ്റ് റെഡിയാണ്. നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, ഇൻക്ലൂഡിങ് ബാങ്ക് ലോൺ. അതുവരെ ഗവൺമെൻറ് അറേഞ്ച് ചെയ്യുകയാണ്. സോ ഇത്രയും ഡീറ്റെയിൽഡായിട്ടാണ് ഗവൺമെൻറ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. വളരെ BPCLും ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും ആയിട്ട് വളരെ ക്ലോസ്ലി ലിങ്ക് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് ഞങ്ങളിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കാരണം നിങ്ങൾ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്കാണ്. പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് അസോസിയേഷനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. തിങ്ക് ഡിഫറെൻ്റ്ലി ആൻഡ് ഡു സംതിങ് ഗുഡ് ഫോർ സൊസൈറ്റി ആൻഡ് ഗുഡ് ഫോർ യു ആൻഡ് ഗുഡ് ഫോർ ദ ഗവൺമെൻറ്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്തുള്ള ഒരു റിക്വസ്റ്റ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് മേയർ പറഞ്ഞ പല കാര്യങ്ങളും ഇതിനോട് അനുബന്ധമായിട്ട് പല കാര്യങ്ങളും BPCL എന്നൊരു കമ്പനി കൊച്ചി ചെയ്യുന്നുണ്ട്. CBG പ്ലാന്റ് സാറ് പറഞ്ഞ അതേപോലെ നമ്മളൊരു ഇവിടുത്തെ വരുന്ന ക്യാൻസർ സെൻറ്ററിൽ ഞങ്ങളൊരു അമ്യൂണിറ്റി ബിൽഡിങ് അതിൻ്റെ ഡിസ്കഷൻ ഫൈനൽ സ്റ്റേജാണ്. അപ്പം അത് ചെയ്യുകയാണ്. അതുകൂടാതെ കൊച്ചിയിൽ ഒരു നല്ല ബേൺസ് യൂണിറ്റ് ഇല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം മെഡിക്കൽ ട്രസ്റ്റുമായിട്ട് ഫൈനൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ബേൺസ് യൂണിറ്റ്, അത് ഇൻഡസ്ട്രിക്കാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത്. ആ ഒരു ബേൺസ് യൂണിറ്റ് ഞങ്ങൾ അതിൻ്റെ മെഡിക്കൽ ട്രസ്റ്റിന് MDയുമായിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല CSR ആക്ടിവിറ്റീസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ താരിക്ക് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് രീതിയിലുള്ള CSR ഫണ്ടിങ് ആവശ്യമുണ്ടെങ്കിലും വി ആർ റെഡി ടു ഡു ഇറ്റ്. കാര്യം ഞങ്ങൾ കുറേ കാര്യങ്ങൾ സ്വച്ഛതാ ഭാരത് എന്ന് പറഞ്ഞിട്ട് സ്വച്ഛതാ ഭാരത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ക്ലീനിങ് ആക്ടിവിറ്റീസും പ്ലാസ്റ്റിക് എസ്പെഷ്യലി ഈ വൺ ടൈം ഞങ്ങളുടെ ഒരു മിഷൻ തന്നെയാണ്. വൺ ടൈം പ്ലാസ്റ്റിക്സ് നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ള ഞങ്ങളുടെ ഒരു മിഷനാണ്. അതിനെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ജോയിൻ്റായിട്ട് ചെയ്യാൻ പറ്റും, ദാറ്റ് ഓൾ വി ക്യാൻ ഡു. നമുക്ക് വേണമെങ്കിൽ അത് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരു CSR ഡിവിഷനുണ്ട്. ഞങ്ങൾ അവരെ വിടാം. അവരുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് വി ക്യാൻ ടേക്ക് അപ്പ് എനി CSR പ്രോജക്റ്റ് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ദ പബ്ലിക് ആൻഡ് ഫോർ ദ ഡിസ്ട്രിക്ട് ആൻഡ് ഫോർ ദ സ്റ്റേറ്റ്. സോ ഇത്രയും എനിക്ക് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും doubts on that, we can sit across the table and we'll discuss and we'll take it forward. And this is a golden opportunity. I don't want somebody from some outside come and establish a factory here and take all the materials outside. So can we use it here and our people should get benefit. And we are envisaging around 30,000-35,000 people jolly കിട്ടും എന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ envisage ചെയ്യുന്നുണ്ട്. അങ്ങനെ that is also another aspect from government's angle. So these are all beneficial to the society, and especially the government is taking care of lot of activities. They are going into each and every activity. That's why they have formed that IRC. So normally IRC is not formed anywhere. Very rarely they do it. A government order is there. So that is also the IRC functioning also has started. So this petrochemical park they cannot go directly any strike. So that is also another good I think one good thing has happened. So you can directly come and invest, don't have to worry anything, and do good. News Desk, Media Mind.